ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് ന്യൂയോർക്ക് സെക്ഷനിലെ ഒരു എൻട്രി മോഡൽ നമ്മൾ നോക്കാൻ പോണത്. സോ നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു എൻട്രി വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഈ ഒരു സെറ്റപ്പ് നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു എൻട്രി മോഡൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എൻട്രി എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. നമ്മൾ എടുത്തിട്ടുള്ളത് ഗോൾഡാണ്. ഗോൾഡിൽ നമുക്ക് ഇനീഷ്യലി വേണ്ട ടൈം ഫ്രെയിം 1 ഡേ ടൈം ഫ്രെയിമാണ്. 1 ഡേ ടൈം ഫ്രെയിം നമ്മൾ എന്തിനാണ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 ഡേ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഡെയിലി ബയേഴ്സ് ഫൈൻഡ് ചെയ്യുക. ഡെയിലി ബയേഴ്സ് ഫൈൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓവറോൾ ആ ഡേൻ്റെ എക്സ്പാൻഷൻ എങ്ങോട്ടാണെന്ന് മനസ്സിലാവുള്ളൂ. ഓവറോൾ എക്സ്പാൻഷൻ എങ്ങോട്ടാണെന്ന് മനസ്സിലായാൽ മാത്രമാണ്, ആ ഒരു ഡെയിലി ബയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റിൽ ഓവറോൾ ആ ഒരു ബിഗ് മൂവിൻ്റെ ഒപ്പം നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമാണ് ആദ്യം വേണ്ടത്. 1 ഡേ ടൈം ഫ്രെയിം നമ്മൾ ഡെയിലി ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഡെയിലി ബേസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ മാർക്കറ്റിൻ്റെ ഡേ ക്യാൻഡിൽ എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കണം. അപ്പോൾ മാർക്കറ്റിൽ ഇവിടെ ഈ ഒരു ഡെയിലി നമുക്ക് കാണുന്ന സമയത്ത് എന്താ മനസ്സിലാവുക, മാർക്കറ്റ് ആദ്യം ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഹൈയിലോട്ട് പോയി. ഇതൊരു വീക്ക്ലിയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലിയിലൊരു FVG ആണ്. വീക്ക്ലിയിൽ FVG മാർക്കറ്റ് ടാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓവർ ഹയർ ടൈം ഫ്രെയിം കൂടുന്തോറും നമുക്ക് മാർക്കറ്റിൽ പ്രോബബിലിറ്റി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീക്ക്ലിയിൽ FVG ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മേലേക്ക് റിയാക്ട് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലായി, ഓവറോൾ ഹൈയിലോട്ട് പോകുകയാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യാണ്ട് തന്നെ മാർക്കറ്റിന് ലിക്വിഡിറ്റി ഇല്ല മാർക്കറ്റിന് മേലോട്ട് പോകാൻ. അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു കൺസോൾട്ടേഷൻ പോലെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ ലിക്വിഡിറ്റി വേണം. അപ്പോൾ മാർക്കറ്റിൽ ഇവിടെ ലിക്വിഡിറ്റി എവിടെ ഉള്ളത് നമ്മൾ ജസ്റ്റ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഉള്ളത് ഒരു സ്വിംഗ് ലോയിലാണ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉള്ളത്. അപ്പോൾ ഈ ഒരു ലോ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേ ഈ മാർച്ച് 10th നമ്മൾ എടുത്തിട്ടുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് അനലൈസ് ചെയ്തു. 1 ഡേ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് വന്നു. നമ്മൾ ഈ ഒരു അനാലിസിസ് നോക്കണം, ഈ ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് നോക്കണം, ഹയർ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം. ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ അനലൈസ് ചെയ്തു, ലോ ടൈം ഫ്രെയിമിൽ അതിൻ്റെ ചെറിയ ലോ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്തു, അതിനും ചെറിയ ലോ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്തു. അങ്ങനെ വേണം നമ്മൾ അനലൈസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഒരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ മാർക്കറ്റ് ഡയറക്ഷൻ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അല്ലാണ്ട് ലോ ടൈം ഫ്രെയിം ടു ഹയർ ടൈം ഫ്രെയിം നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റില്ല മാർക്കറ്റിനെ. അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ടൈം ഫ്രെയിം ചെറിയ റിവേഴ്സിൽ വരുന്ന സമയത്ത് ഹയർ ടൈം ഫ്രെയിമിൻ്റെ കണ്ടിന്യൂവേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അത് നമുക്ക് മാർക്കറ്റിൽ സംഭവിക്കാൻ പറ്റില്ല. ഓക്കെ, ഫോർവേഡ് ടൈം ഫ്രെയിം എടുക്കുന്ന സമയത്ത് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഈ ഒരു 1 ഡേ ലിക്വിഡിറ്റി ഒരു ലോ ആണ്. അപ്പോൾ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് അടിയിൽ ലിക്വിഡിറ്റി ഉണ്ട്. എന്തായാലും മാർക്കറ്റ് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈ ചെറുതായിട്ട് സ്വീപ്പ് ചെയ്യുന്നു, ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. എന്നിട്ട് മാർക്കറ്റ് ഡൗണിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ശരിക്കും മാർക്കറ്റ് മേലോട്ട് പുഷ് ചെയ്യുക, അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലോ ആണ് നമ്മുടെ ടാർഗറ്റ്. ഈ ഒരു ലോ മാർക്കറ്റ് ആദ്യം സ്വീപ്പ് ചെയ്തതിന് ശേഷം ശരിക്കും മാർക്കറ്റ് മേലോട്ട് പോകുക. നമ്മൾ പറഞ്ഞു 1 ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് മേലോട്ട് പോകാൻ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇല്ല. അപ്പോൾ ലിക്വിഡിറ്റിക്ക് മാർക്കറ്റ് എടുത്തതിന് ശേഷം ഗ്രാബ് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മേലോട്ട് പോകുക. അത് നമുക്ക് മനസ്സിലായി. ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നമ്മൾ മനസ്സിലായി. നമ്മൾ എൻട്രി മോഡൽ നമ്മൾ നോക്കാൻ പോകുന്നത് 50 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ന്യൂയോർക്ക് സെക്ഷനിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ന്യൂയോർക്ക് സെക്ഷനിൽ ഈ ഒരു ടൈം, ന്യൂയോർക്ക് സെക്ഷൻ തുടങ്ങുന്നത് 6:30 PM തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ടൈം 7 PM, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 7 PM ആയിരിക്കും നമ്മൾ എടുക്കണ ഓപ്പണിംഗ് പ്രൈസ്. അത് 7 PM നമ്മൾ മാർക്ക് ചെയ്തിട്ടു. 7 PM ആണ് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു 7 PM ഓപ്പണിംഗ് പ്രൈസ് 50 മിനിറ്റിൻ്റെ ക്യാൻഡിൽ തുടങ്ങുന്ന സമയത്ത് ആ ഒരു 7 PM ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് നമ്മൾ മാർക്ക് ചെയ്തിട്ടു. അതാണ് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക. ആൻഡ് ദെൻ നമുക്ക് എന്താ വേണ്ടത്, ഈ ഒരു ആഫ്റ്റർ ഈ ഒരു ഓപ്പണിംഗ് പ്രൈസിന് ശേഷം ഒരു സ്വിംഗ് ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ടാവണം. എന്തുകൊണ്ടാണ് ഞാൻ സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്, നമ്മൾ ബിയറിഷിലോട്ടല്ലേ നമ്മൾ എൻ്റർ ചെയ്ത് നോക്കുന്നത്. ഡെയിലി ബയേഴ്സ് മാർക്കറ്റിൽ ഡൗണിക്കല്ലേ വരുന്നത്. അപ്പം ഡെയിലി ബയേഴ്സ് മാർക്കറ്റിൽ ഡൗണിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡൗണിലോട്ടുള്ള എൻട്രി ആ മാർക്കറ്റിൽ നോക്കേണ്ടത്. നമുക്ക് ബിയറിഷ് ആയിട്ടുള്ളൊരു ദിവസം ബുള്ളിഷ് എൻട്രി എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ കൗണ്ടർ ട്രെൻഡ് എൻട്രി നമുക്ക് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അത് മനസ്സിലായി. അപ്പോൾ നമുക്കൊരു സ്വിംഗ് ഹൈ മാർക്കറ്റിൽ സ്വീപ്പ് ചെയ്യണമെന്ന് മനസ്സിലായി. മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടന്നതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് ഡൗണിലോട്ട് വരണമെന്ന് നമുക്ക് മനസ്സിലായി. അതാണ് നമ്മുടെ എൻട്രി മോഡൽ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. സ്വിംഗ് ഹൈ മാർക്കറ്റിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കി. സ്വിംഗ് ഹൈ മാർക്കറ്റിൽ സ്വീപ്പ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ 7 PM ശേഷം മാർക്കറ്റ്
ഒരു സ്വിങ് ഹൈ മാർക്കറ്റിൽ സ്വീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു സ്വിങ് ഹൈ സ്വീപ്പ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ മാർക്കറ്റിൽ ഈ ഒരു 50 മിനിറ്റിലെ FEG ഉണ്ട്. ഈ ഒരു FEGയിൽ ടാപ്പും ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബും ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായി കൂടുതലായിട്ട് പ്രോബബിലിറ്റി ആയി മാർക്കറ്റിൽ. ഈ ഒരു FEG ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നതിന് ശേഷമാണ് ഈ ഒരു FEG ടാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഈ ഡൗണിലോട്ട് പുഷ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി മാർക്കറ്റിൽ കൂടുതലാണ്. എന്താ നമുക്ക് അടുത്ത വേണ്ട ടൈം ഫ്രെയിമാണ് 1 മിനിറ്റ് ടൈം ഫ്രെയിം. ആഫ്റ്റർ 50 മിനിറ്റിൽ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താ വേണ്ടത്? 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എൻട്രി മോഡൽ നമ്മൾ നോക്കാൻ പോണത്. ഇപ്പോൾ ഈ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എൻട്രി മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിയറിഷ് എൻട്രി അല്ല നോക്കേണ്ടത്. അപ്പോൾ ഒരു ബിയറിഷ് എൻട്രി നോക്കണ സമയത്ത് നമുക്ക് വേണ്ടത് ഒരു ബിയറിഷ് MSS ആണ്. മാർക്കറ്റിൽ ഒരു ബിയറിഷ് MSS സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതങ്ങനെ നോക്കുക. ഒരു അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അതിൻ്റെ ഒരു സ്വിങ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. അതിവിടെ സംഭവിച്ചിട്ടുണ്ടോ നോക്കിയേ. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ലേ? ഇതെങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടിയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ മാർക്കറ്റ് ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു FEG തന്നെ എടുക്കാൻ കാരണം? മാർക്കറ്റ് ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? ഈ ഒരു FEGനെ എന്തുകൊണ്ട് എടുത്തില്ല? ഈ ഒരു FEG എന്തുകൊണ്ട് എടുക്കാൻ കാരണം? അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഓർഡർ ബ്ലോക്കും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്കും ഈ ഒരു FEGയും കൂടിയിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആൻഡ് ഈ ഒരു FEG ഓവർലാപ്പ് ചെയ്ത് വരുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ വീണ്ടും വന്ന് ടാപ്പ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആൻഡ് ഈ ഒരു FEG ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? നമ്മൾ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിങ് ഹൈൻ്റെ മേലെ കൊണ്ടുവയ്ക്കും. നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ ഈ ഒരു സ്വിങ് ഹൈൻ്റെ മേലെ കൊണ്ടുവയ്ക്കും. ടാർഗറ്റ് നമ്മൾ ഈ ഒരു സ്വിങ് ലോൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കും. ഈ ഒരു വൺ ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു ലോൻ്റെ അവിടെ കൊണ്ടുവയ്ക്കും. 1 ഡേ ടൈം ഫ്രെയിം ആൻഡ് 4 അവർ ടൈം ഫ്രെയിമിൽ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു ലോ ഉണ്ട്. ആ ഒരു ലോയിൽ നമ്മുടെ ടാർഗറ്റ് കൊണ്ടുവയ്ക്കും. അതിൻ്റെ മാർക്കറ്റിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ. ഈ ഒരു എൻട്രി പ്ലേസിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. ഓർഡർ ബ്ലോക്ക് ആൻഡ് FEG മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലോട്ട് പോയിരിക്കുകയാണ്. മാർക്കറ്റിൽ ഇങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെയുള്ള എൻട്രി മോഡൽസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. കാരണം നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഒരു സ്പെസിഫിക് ടൈമിൽ മാർക്കറ്റ് ഒരു സ്പെസിഫിക് പ്രൈസിൽ എത്താണ്. ഈ സ്പെസിഫിക് പ്രൈസിൽ എത്തുകയെന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പെസിഫിക് ടൈം നമ്മളെപ്പോഴും പറയുന്നതാണ് 7 PM മാർക്കറ്റിൽ. അത് 7 PM എന്ന് നമ്മൾ എടുക്കുക. ഈ ഒരു 7 PM ടു ന്യൂ ഇയർ ടൈമിൽ അങ്ങനെയാണ് നമ്മൾ എടുക്കുക. ന്യൂ ഇയർ സെക്ഷനിൽ 7 PM എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 7 PM. ഇങ്ങനെ ഈ ഒരു ടൈമിൽ നമ്മൾ ഓപ്പണിംഗ് പ്രൈസ് മാർക്ക് ചെയ്തു. ഓപ്പണിംഗ് പ്രൈസിൻ്റെ മേലോട്ട് മാർക്കറ്റ് പോയി. നമ്മൾ ബിയറിഷ് എൻട്രി നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് പ്രൈസിൻ്റെ മേലോട്ട് മാർക്കറ്റ് പോയിട്ട് ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. അപ്പോൾ എന്തായി? ഈ ഒരു സ്പെസിഫിക് ടൈമിൽ മാർക്കറ്റ് ഒരു സ്പെസിഫിക് പ്രൈസിലെത്തി. ഈ ഒരു സ്പെസിഫിക് പ്രൈസ് എന്ന് പറയാൻ കാരണം മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു ആ ഒരു ടൈമിൽ. അതിന് ശേഷം മാർക്കറ്റിൽ ഈ ഒരു MSS മാർക്കറ്റ് തന്നു. ഒരു ബിയറിഷ് MSS മാർക്കറ്റ് തന്നു. എന്നിട്ട് അതെങ്ങനെയാണ് MSS തന്നത്? വെറുതെ ഒരു MSS ആണോ തന്നത്? ഡിസ്പ്ലേസ്മെൻറ്റോടുകൂടി MSS തന്നു. ഒരു FEG മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ആൻ OB ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും പോയി ആ ഒരു OB ടാപ്പ് ചെയ്തു. OB ആൻഡ് FEG മാർക്കറ്റ് ടാപ്പ് ചെയ്തു. നമ്മൾ എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് വെച്ച് ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് മാർക്കറ്റ് ടാർഗറ്റ് അടിച്ചു. നമ്മൾ ഇങ്ങനെ വേണം മാർക്കറ്റിനെ വ്യൂ ചെയ്യണമെങ്കിൽ. ഇങ്ങനെ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് നമ്മുടെ എഗെയിനിസ്റ്റായിട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, കാരണം എന്താ? നമ്മുടെ ഡെയിലി എക്സ്പാൻഷൻ എങ്ങോട്ടാണ്? മാർക്കറ്റ് ഡൗണിലോട്ടാണ്. അപ്പോൾ ഡെയിലി എക്സ്പാൻഷൻ മാർക്കറ്റിൽ നമുക്ക് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതിനാണ് നമ്മൾ ഡെയിലി വൈസ് നോക്കുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവർ ഓക്കെ ബൈ.